ബാങ്കിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ സഹോദരന്മാർ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആളുകൾ ഇട്ടിട്ടുള്ള ഡെപ്പോസിറ്റും പിന്നെ റിസർവ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകളൊക്കെയാണ് ഈ ബാങ്കുകൾ നമുക്ക് ലോണായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പം നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന പണം പൊതുസമൂഹത്തിനായിട്ട് തന്നെ വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് NBFCകൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവരുടെ ഗുണ്ടകൾ തോന്നുന്ന സമയങ്ങളിലൊക്കെ ഓരോ ആളുകളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ ആക്രമിക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു സമീപനമുണ്ട്. അതായത് ഭീഷണിപ്പെടുത്തൽ, അധിക്ഷേപം, മാനസിക പീഡനം പാടില്ല. റിക്കവറി ഏജന്റുമാർ കടം വാങ്ങിയ ആളെ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. ഇത് നിയമമാണ്, RBI ഇറക്കിയിരിക്കുന്ന നിയമമാണിത്. ഓംബുഡ്സ്മാനെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഒരു തരത്തിലും ബാങ്കിന് അനുകൂലമായിട്ടൊരു നിലപാട് ഓംബുഡ്സ്മാൻ സ്വീകരിക്കത്തില്ല. എപ്പോഴും ഈ ലോൺ എടുത്തിരിക്കുന്ന ആൾക്ക് അനുകൂലമായിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളൊരു വസ്തുത കൂടി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ ഒരു പലിശ എത്രയാണെന്നോ ഇതൊന്നും നോക്കില്ല. ഞാൻ ഉൾപ്പെടെ നോക്കത്തില്ല. ഒരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പോകും, ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മേടിക്കും. അതിനുശേഷം 50,000 രൂപയുടെ ഒരു സാധനം മേടിച്ചിട്ട് 2 ലക്ഷം രൂപ വരെ അടച്ചിട്ടുള്ള ആളെ എനിക്കറിയാം. നമസ്കാരം സാർ, നമ്മുടെ നാട്ടിൽ ജനജീവിതം എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ പ്രത്യേകിച്ചൊരു മിഡിൽ ക്ലാസിൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ജപ്തി അല്ലെങ്കിൽ ലോൺ കെണികൾ. ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മറ്റേ ഓൺലൈൻ സാധനമല്ല, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നത്, പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ എടുക്കുന്നത്. പ്രശ്നമില്ല, NBFCകളിൽ നിന്ന് എടുക്കുന്നതാണ് പ്രശ്നം. ലോണുകൾ അതൊരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ലോൺ കെണികളിൽ പെട്ടുപോയി ഒരുപാട് മനുഷ്യരെ നമുക്കറിയാം. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ കാണാം. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തുഫാനൊക്കെ പോലെ ഓരോ സാമൂഹ്യ വിപത്തുകളെ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ നേരിട്ട് ഇടപെട്ട് അതിൽ നിന്ന് ഒരു പരിഹാരം എന്ന പോലെ ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ജപ്തികൾ, അതിൽ പെട്ടുടയുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതം. ഇതിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാനുണ്ടോ? നമുക്ക് നിർദ്ദേശം കൊടുക്കാനുണ്ട്, നമുക്ക് സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാരിനെ വിമർശിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. സർക്കാരിനെ വിമർശിക്കാനുള്ള സമയമായിട്ടില്ല. പിന്നെ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചും സംസാരിക്കേണ്ട എന്നും തീരുമാനിച്ചത് വ്യക്തിയെ സംസാരിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ സംസാരിക്കും. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും മലയാളികൾ ഭയങ്കര അറിവുള്ളവരാണെന്നാണ് ഒരു ധാരണ. പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്കുകളിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ കൂഞ്ഞിക്കൂടി നിൽക്കുന്ന ചില ആളുകളെയും കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഔദാര്യം പറ്റാൻ വേണ്ടി ബാങ്കിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ സഹോദരന്മാർ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആളുകൾ ഇട്ടിട്ടുള്ള ഡെപ്പോസിറ്റും പിന്നെ റിസർവ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകളൊക്കെയാണ് ഈ ബാങ്കുകൾ നമുക്ക് ലോണായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പം നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന പണം പൊതുസമൂഹത്തിനായിട്ട് തന്നെ വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് എന്തോ ഭയങ്കര വലിയ ഔദാര്യം ബാങ്ക് ചെയ്തു തരുന്ന മാതിരിയുള്ള ഒരുക്കെ ഉണ്ട്. കാരണം മാന്യമായ സിബിൽ സ്കോർ 750 മേൽ സിബിൽ സ്കോറും, സിബിലിന് പുറമെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രോഡുലൻ്റ് കേസുകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഈ സമാനമായിട്ടുള്ള ഏജൻസികൾ നമ്മുടെ രാജ്യത്തുണ്ട്. പല ബാങ്കുകളും പല ഏജൻസികളെയാണ് ഇപ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് NBFCകൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവരുടെ ഗുണ്ടകൾ തോന്നുന്ന സമയങ്ങളിലൊക്കെ ഓരോ ആളുകളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ ആക്രമിക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു സമീപനമുണ്ട്. ഒരു കാര്യം നമ്മുടെ നാട്ടിലെ മനുഷ്യർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓപ്പറേഷൻ കുബേര നടപ്പിലാക്കിയ ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. അന്ന് ശക്തമായ നടപടികളാണ് ഈ പറഞ്ഞ വട്ടിപ്പലിശക്കാരായിട്ട്, അന്ന് വട്ടിപ്പലിശക്കാരായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് NBFCയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളുടെ ഈ ബാങ്കുകളുടെ എനിക്ക് തോന്നുന്നു ഈ ആദ്യം തന്നെ ഈ റിക്കവറി ഏജന്റുമാർക്ക് RBI ചില നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതായത് ഭീഷണിപ്പെടുത്തൽ, അധിക്ഷേപം, മാനസിക പീഡനം പാടില്ല. റിക്കവറി ഏജന്റുമാർ കടം വാങ്ങിയ ആളെ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. ഇത് നിയമമാണ്, RBI ഇറക്കിയിരിക്കുന്ന നിയമമാണിത്. വിളിക്കാവുന്ന സമയം നിയന്ത്രിതമാണ്. സാധാരണമായി രാവിലെ 8 മണിക്കും വൈകുന്നേരം 7 മണിക്കും ഇടയിൽ മാത്രമേ റിക്കവറി ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടാവൂ. കുടുംബാംഗങ്ങളെയോ അയൽക്കാരെയോ തൊഴിലുടമയെയോ ശല്യപ്പെടുത്താൻ പാടില്ല. അവർ ഗ്യാരണ്ടർ അല്ലെങ്കിൽ സഹവായ്പക്കാർ അല്ലെങ്കിൽ. റിക്കവറി ഏജന്റിന് തിരിച്ചറിയൽ രേഖയും ബാങ്കിൻ്റെ അധികാരപത്രവും ഉണ്ടായിരിക്കണം. ആവശ്യപ്പെട്ടാൽ കാണിക്കണം. വീട്ടിൽ സന്ദർശിക്കുമ്പോൾ മാന്യമായ പെരുമാറ്റം പാലിക്കണം.
പൊതുജനങ്ങൾക്ക് മുമ്പിൽ അപമാനിക്കൽ നിയമവിരുദ്ധമാണ്. വായ്പാ കുടിശ്ശികയുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താൻ പാടില്ല. സാധാരണ വായ്പാ കുടിശ്ശിക ഒരു സിവിൽ വിഷയം മാത്രമാണ്. ഈ പല ആളുകളും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവന്മാർ വീട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ അടുത്ത സ്റ്റേഷനിലേക്ക് പോവുകയാണ്, നിങ്ങളെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യും, ജയിലിലിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പേടിച്ചു പോകും. ഇതിലെ ഏതെങ്കിലും ഒരു നിർദ്ദേശം പാലിക്കുന്ന ഒരു നിർദ്ദേശം പാലിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ നിർദ്ദേശം പാലിക്കാതെ വരുമ്പോഴത്തേക്ക് ആളുകൾ ഉണർന്നെണീക്കണമെന്നേ. ആളുകൾ ഉണർന്നെണീക്കാതിരിക്കുന്ന എന്തിനാണ്? നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് താഴേക്ക് കിടക്കുമ്പോഴുള്ള പ്രശ്നം. ഒരു മാസത്തെ EMI മുടങ്ങിയെന്ന് കരുതി, 2 മാസത്തെ EMI മുടങ്ങിയെന്ന് കരുതി, അല്ലെങ്കിൽ 3 മാസത്തെ EMI മുടങ്ങിയെന്ന് കരുതി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചാർജുകൾ കയറി വന്നേക്കാം, ലേറ്റ് ഫീ ചാർജ്, അങ്ങനെയുള്ള എക്സ്ട്രാ ചാർജുകൾ കയറി വന്നേക്കാം. പക്ഷേ 3 EMI അടച്ചില്ല എന്ന് കരുതിയിട്ട് നമ്മളെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് ജയിലിൽ അടയ്ക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഒരു റിക്കവറി ഏജന്റ് നിയമം ലംഘിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? കാരണം ഒരു സ്വാഭാവികമായിട്ടുള്ള RBI തന്നെ പറയുന്നതാണ്, കോളുകളുടെ റെക്കോർഡ്, സന്ദേശങ്ങൾ തെളിവ് സഹിതം സൂക്ഷിക്കുക. ബാങ്കിൻ്റെ ഗ്രീവൻസ് സെല്ലിനെയോ നോഡൽ ഓഫീസറെയോ എഴുത്തു പരാതി നൽകുക. പരിഹാരമില്ലെങ്കിൽ RBIയുടെ പരാതി പോർട്ടലിൽ പരാതി നൽകാം. ഭീഷണി, അധിക്ഷേപം, കയ്യേറ്റം തുടങ്ങിയവ ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി നൽകാം. അതായത് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ ബാങ്ക് ഓംബുഡ്സ്മാൻ ഉണ്ട്. അത് ബാങ്കിൻ്റെ തന്നെ NBFCകളുടെ തന്നെ ഗ്രീവൻസ് സെല്ലിനെ സമീപിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു റിപ്ലൈ കൃത്യമായിട്ട് കിട്ടാത്ത പക്ഷം സ്വാഭാവികമായിട്ടും നമുക്ക് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ വേണ്ടി സാധിക്കും. ഓംബുഡ്സ്മാനൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഓംബുഡ്സ്മാനെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഒരു തരത്തിലും ബാങ്കിന് അനുകൂലമായിട്ടൊരു നിലപാട് ഓംബുഡ്സ്മാൻ സ്വീകരിക്കത്തില്ല. എപ്പോഴും ഈ ലോൺ എടുത്തിരിക്കുന്ന ആൾക്ക് അനുകൂലമായിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. അതുകൊണ്ട് ആളുകൾ ധൈര്യത്തോടെ ഈ റിക്കവറി ഏജൻറ്റ് ഒരു ഗുണ്ടയുടെ രൂപത്തിൽ വന്നിട്ട് ഞാൻ ഇതിനെ തട്ടിക്കളയും വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പേടിക്കുന്നത്? സംസ്ഥാനത്തെ NBFCകളും അതോടൊപ്പം തന്നെ ചില പോലീസ് ഉന്നതരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ ഇപ്പം മാറിയില്ലേ? ഒരു കരുത്തരായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയാണ് നമ്മുടെ സംസ്ഥാനത്തിരിക്കുന്നത്. പിന്നെ എന്തിനാ പേടിക്കുന്നതിനാ, ഭയപ്പെടുന്നതിനാ? ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ മറ്റൊരു വസ്തുത, ഇവിടെ ഈ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ NBFCകൾക്ക് ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റേ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമൊന്നും RBIയുടെ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ ചിലരൊക്കെ ഹോം ലോണിന് 8% തുടങ്ങി 15% വരെ വാങ്ങിക്കുന്നവരുണ്ട്. ഈ 8% എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് അത് 1% എക്സ്ട്രാ പ്രോസസ്സിങ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും മേടിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 8 മുതൽ 15% വരെ വാങ്ങുന്നവരുണ്ട്. വാഹന വായ്പ 9% മുതൽ 18% വരെ വാങ്ങുന്നവരുണ്ട്. ഗോൾഡ് ലോൺ 8% മുതൽ 24% വരെ വാങ്ങുന്നവരുണ്ട്. പേഴ്സണൽ ലോൺ 12% മുതൽ 36% വരെ വാങ്ങുന്നവരുണ്ട്. മൈക്രോ ഫിനാൻസ് ലോൺ 18 മുതൽ 30% അല്ലെങ്കിൽ അതിലധികം വാങ്ങുന്നവരുണ്ട്. അതായത് RBIയുടെ നിബന്ധന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലിശ നിരക്കും മറ്റ് ചാർജുകളും മുൻകൂട്ടി വ്യക്തമാക്കണം. ലോൺ അനുവദിക്കുമ്പോൾ പലിശ കണക്കാക്കുന്ന രീതി അറിയിക്കണം. അന്യായമായ അല്ലെങ്കിൽ അമിതമായ നിരക്കുകൾ ഈടാക്കുന്നതെങ്കിൽ RBI മേൽനോട്ടം വഹിക്കുന്ന ഓംബുഡ്സ്മാനെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ ഒരു പലിശ എത്രയാണെന്നോ ഇതൊന്നും നോക്കില്ല. ഞാൻ ഉൾപ്പെടെ നോക്കത്തില്ല. ഒരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പോകും, ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മേടിക്കും. അതിനുശേഷം 50,000 രൂപയുടെ ഒരു സാധനം മേടിച്ചിട്ട് 2 ലക്ഷം രൂപ വരെ അടച്ചിട്ടുള്ള ആളെ എനിക്കറിയാം. ലോൺ ആപ്പിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് സംസ്ഥാനത്തെ NBFCകളുടെ കാര്യമാണ്. ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒന്നാമത് ഈ NBFCകളുടെ എഗ്രിമെൻറ്റ് കോപ്പി എന്ന് പറയുന്നത് നമുക്കത് വായിക്കാൻ പറ്റില്ല. നമുക്ക് ലെൻസ് വെച്ചാൽ മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ. പരസ്യത്തിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതുന്നവരെ ഈ വലിയ കണ്ണട വെച്ചാൽ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവൻ വരും, കാരണം നമ്മൾ ഹാപ്പി, നമുക്ക് പുതിയൊരു സാധനം കിട്ടാൻ വേണ്ടി പോകും, നമ്മൾ അതിൻ്റെ ഒരു ഉത്സാഹത്തിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ അടിപ്പെട്ട് ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ അതിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ RBIയുടെ കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് കൃത്യമായിട്ട് ആളുകൾക്ക് വിസിബിൾ ആകുന്ന രീതിയിൽ തന്നെ വേണം ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിക്കാൻ എന്നുള്ളതുണ്ട്. പക്ഷേ ഇതൊക്കെ ആര് പാലിക്കാൻ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, മലയാളിയുടെ ഉള്ളിൽ കിടക്കുന്നത് ഭയമാണെന്നേ. ഒരു ഗുണ്ട പാൻറ്റും ഷർട്ടും ഇൻസർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അവനങ്ങോട്ട് ഭയം തോടുന്ന ഒരവസ്ഥയുണ്ട്. അതിനൊക്കെ മാറ്റം വരണം. നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ ശക്തമാണ്. നമ്മൾ ഭയപ്പെട്ട് പിന്നോട്ട് മാറുന്ന സമയത്താണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ ഉഷാറില്ലാണ്ടായി മാറുന്നത്. നിയമങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് തീർച്ചയായിട്ടും ഇതിനകത്ത് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഒരു സാമ്പത്തിക ബോധവൽക്കരണം. നമ്മുടെ മുഖ്യമന്ത്രി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു സാമ്പത്തിക ബോധവൽക്കരണം നമ്മുടെ സ്കൂളുകളിൽ നൽകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ
ഫ്യൂച്ചറിലേക്ക് അവർക്കിങ്ങനെ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞവന് പോലും ബാങ്കിൽ പോയിട്ട് സ്ലിപ്പ് പൂരിപ്പിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം പിന്നെ CDM ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഏത് രീതിയിൽ പോകുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസാനം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിദ്യാർത്ഥികളുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിദ്യാർത്ഥികൾ പലരും ലോൺ എടുത്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. ഈ എഡ്യൂക്കേഷൻ ലോൺ 2 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് തിരിച്ചടവ് തുടങ്ങേണ്ടത്. എന്നാൽ 2 വർഷത്തിന് ശേഷവും ഇവർക്ക് ജോലി ലഭിക്കാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവരുടെ അടവ് മുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ അടവ് മുടങ്ങിയ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ സിബിൽ സ്കോർ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ സിബിൽ സ്കോർ, അതായത് എഡ്യൂക്കേഷൻ ലോണുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിരിക്കുന്ന ലോൺ മുടങ്ങി എന്ന് കരുതി അത് സിബിൽ സ്കോറിനെ ട്രബിൾ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലൊരു റിക്വസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ VD സതീശൻ സാറിൻ്റെ 5 ലക്ഷം രൂപ, അതായത് എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും 5 ലക്ഷം രൂപ ലോൺ നൽകുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ. അപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത് ബാങ്ക് ആദ്യം റിജക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ജനസി സമൂഹം എന്ത് ചെയ്യും? ഇവിടെ ലോൺ ഇല്ലാതെ പഠിക്കുന്ന എത്ര പിള്ളേരുണ്ട്? ലോൺ ഇല്ലാതെ പഠിക്കുന്ന, വിദേശത്ത് പഠിക്കുന്നതാണെങ്കിലോട്ടെ സ്വദേശത്ത് പഠിക്കുന്നതായിക്കോട്ടെ, ലോൺ ഇല്ലാതെ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട്? വളരെ ചുരുക്കം ചില ആളുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 2 വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, NBFC ഗുണ്ടകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന്. ഇതിന് ശക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ വിദ്യാർത്ഥികളുടെ സിബിൽ സ്കോറിൻ്റെ പ്രശ്നമാണ്. ഈ വിദ്യാർത്ഥികളുടെ സിബിൽ സ്കോറിൻ്റെ പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്ന സമയത്ത് അവർക്ക് അത് സിബിൽ സ്കോർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത് കളയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊരു മാറ്റം കൊണ്ടുവരണ്ടേ? കൃത്യമായി അദാലത്തുകൾ നടത്തിയിട്ട് ഇതിനിടയിൽ ഈ എടുത്തവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാനുള്ള ഒരു അവകാശം കൊണ്ടാണ്. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അത് കൂടാണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട്. സതീശൻ സാർ കൊണ്ടുവരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു 2 വിഷയങ്ങൾ പ്രധാനമായിട്ടും, കാരണം അമിതമായിട്ട് പലിശ ഈടാക്കുന്ന NBFCകൾക്ക് മേൽ ഒരു സർക്കാർ നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സമയത്ത് എഡ്യൂക്കേഷൻ ലോൺ ഒരു അടവ് മുടങ്ങിയതുകൊണ്ട് സിബിൽ സ്കോർ നഷ്ടപ്പെട്ട ആളുകൾക്ക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ 2 വിഷയങ്ങൾക്കും അതിശക്തമായിട്ടൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ഇനി നമുക്കിതിനകത്ത് പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ ഈ ചാനലിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ NBFC ഗുണ്ടകളുടെ കൈവശത്ത് നിന്ന് ഇങ്ങനെ ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാം. നമ്മളതിന് വേണ്ടിയിട്ടുള്ള നിയമസഹായം തരുമെന്നല്ല പറയുന്നത്, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയല്ല ഒരു വകുപ്പിനെ സഹായിക്കാൻ പറ്റുന്ന അങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതങ്ങനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. നമ്മൾ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്കുള്ള ഒരു അവബോധം ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ ഭയം തരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗുണ്ട കയറിയിട്ടുണ്ടെങ്കിൽ ആ ഗുണ്ടയെ നിങ്ങളുടെ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരിരക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 3 EMI മുടങ്ങി എന്ന് കരുതി, അല്ലെങ്കിൽ 4, 5, 6 EMI മുടങ്ങി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിന് നിയമപരമായിട്ട് മാത്രമേ അവർക്ക് നീങ്ങാൻ സാധിക്കത്തുള്ളൂ. ഗുണ്ടകൾ നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ ഭയപ്പെടാതെ തന്നെ നിങ്ങൾ ഓപ്പറേഷൻ കുബേര പോലെയുള്ള നിയമങ്ങൾ ഇവിടെ നിലവിലുള്ള സംസ്ഥാനമാണ്. ആ നിയമത്തിൻ്റെ പരിരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതൽ ഗവൺമെൻറ് ഈ കാര്യത്തിലൊരു ശ്രദ്ധ പതിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി നമുക്ക് സർക്കാരിന് മുമ്പിൽ വെക്കാനുണ്ട്.